എളുപ്പത്തിലൊരു ഓല ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 400 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് വണ്ണമില്ലാത്ത കഷ്ണങ്ങളായിട്ട് കണ്ടോ, അങ്ങനെ പരന്ന കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുക്കുക. അധികം കനം പാടില്ല, പരന്ന കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല, എളുപ്പത്തിൽ കഴിയും. ഈ കഷ്ണങ്ങളിലേക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5-6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 5 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായിരിക്കും അരിഞ്ഞിട്ടു. ഇനി അതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്, വലിയ ഗ്ലാസ് വെള്ളം ഞാനിലേക്ക് ഒഴിക്കുകയാണ്. ഈ കഷ്ണങ്ങളുടെ ഒപ്പം തന്നെ വെള്ളം ചേർക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. മധുരം ഇല്ലാത്ത മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് ശർക്കര അവസാനം ചേർക്കാം കേട്ടോ. ഇതിൽ നല്ല മധുരമുള്ള മത്തങ്ങയാണ്. ഇനി അത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എപ്പോഴും അടി കട്ടിയുള്ള പാത്രങ്ങളിൽ വെക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നല്ലോണം വെന്തു. ഇനി വേറൊന്നും ചെയ്യാനില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂണും ചേർക്കണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടുള്ള ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് തൈരും പിന്നെ ഈ മത്തങ്ങ കൊണ്ട് ഈ ഓയിലും കൂടി ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ ചെയ്യാൻ പോണതെന്ന്. ചോറെടുത്തു, പിന്നെ കുറച്ച് കയ്പയ്ക്ക കൊണ്ടാട്ടുണ്ടായിരുന്നു, കുറച്ച് മുട്ട വറുത്തതുണ്ടായിരുന്നു. ഇനി കുറച്ച് തൈര് ഒഴിക്കാൻ പോവാണ്. ആ തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചൂടുള്ള ഓലൻ, ഇളം മധുരമൊക്കെ ഉള്ള അത്യാവശ്യം എരിവുമുള്ള ഈ ഓലൻ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. നിങ്ങളൊരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എളുപ്പം കഴിയും.